ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സിറാമിക് ഫാൻസി മോഡലിലുള്ള ഒരു ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ഞാൻ എടുത്തേക്കുന്നത് ഒരു പേസ്പോർട്ടിൻ്റെ ബോക്സാണ്. ഈ ബോക്സ് ഞാൻ വെട്ടിയെടുത്ത് ഒട്ടിച്ചതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. 10 ഇഞ്ച് പൊക്കവും ഒരു 6 ഇഞ്ച് വീതിയും അത്രയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പൊക്കം വേണോ എത്ര വീതി വേണോ ആ ഒരു അളവിൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് മണ്ണ് നിറയ്ക്കാം. ആദ്യം മണ്ണ് നിറച്ച് നമ്മളൊരു ഡൈ ഉണ്ടാക്കണം. മൊത്തത്തിൽ സിമൻ്റൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു ഡൈ ഉണ്ടാക്കിയാലേ നമുക്ക് അതിൻ്റെ പുറത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മണ്ണ് നിറച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ തുണിയും സിമൻറ്റുമാണ്. അപ്പം തുണി സിമൻറ്റിൽ ഒരു മീഡിയം കട്ടിക്ക് സിമൻറ്റ് കലക്കി തുണി അതിൽ മുക്കിയിട്ട് നമ്മുടെ ബോക്സിന് ചുറ്റാതെ ഒട്ടിച്ചു കൊടുക്കുക. തുണിയെല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റ് പൊടിയാണ്. അപ്പോൾ സിമൻറ്റ് പൊടി നല്ല കട്ടിക്ക് തന്നെ എല്ലാ സൈഡിലും 4 സൈഡിലും മൊത്തത്തിൽ വയ്ക്കാൻ നോക്കുക. സിമൻറ്റ് പൊടി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കെട്ട് കമ്പിയാണ്. അപ്പോൾ കെട്ട് കമ്പി അല്ലെങ്കിൽ നെറ്റ് ആയിരുന്നാലും നിങ്ങൾ മൊത്തത്തിൽ കവർ ചെയ്ത് അതിൽ പതിപ്പിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു അടപ്പാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ സ്ക്വയറായിട്ട് പിടിക്കേണ്ട കനം, നമ്മുടെ സിമൻറ്റിൻ്റെ കനം വയ്ക്കേണ്ടത്. അപ്പം ഒരു സൈഡിൽ ഒരു ഇരുമ്പിൻ്റെ പീസോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ റീപ്പറോ അല്ലെങ്കിൽ തടിയുടെ ഒരു പീസോ വെച്ചിട്ട് കറക്റ്റ് ലെവലുള്ള എന്നിട്ട് നമ്മളെ ബോക്സിൽ നിന്ന് ഒരു കുപ്പിയുടെ ആ ഒരു അടപ്പിൻ്റെ കനത്തിന് നമ്മൾ ഒരു സൈഡിൽ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ സിമൻറ്റും മണലും ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ എടുക്കും കണക്ക് തന്നെയാണ്. സിമൻറ്റ് 1 മണൽ 1 എന്ന അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾ എത്ര ആവശ്യമുണ്ടോ ഒരു കപ്പിൽ എടുത്തു കഴിഞ്ഞാൽ 1 കപ്പ് മണലിന് 1 കപ്പ് സിമൻറ്റ്. അപ്പോൾ 2 കപ്പ് എടുത്താൽ 2 കപ്പ് സിമൻറ്റും എടുക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടുന്നതിപ്പം നമ്മൾ ഒട്ടിച്ച സിമൻറ്റിൻ്റെ പുറത്ത് സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത ആ ഒരു പൊടി മൊത്തം വെച്ച് തേച്ച് പിടിപ്പിക്കുക. അപ്പം നമുക്ക് ഉണക്ക് കിട്ടുക. ലൂസായിട്ടുള്ള സിമൻറ്റെല്ലാം നമ്മൾ വയ്ക്കുന്ന സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത പൊടി അത് അതിൻ്റെ ഈർപ്പെല്ലാം പിടിച്ചെടുക്കും. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇത് തന്നെ നമ്മുടെ ആ കുപ്പിയുടെ അടപ്പ് ആ ബോക്സിൽ ചേർത്ത് വെച്ചിട്ട് ആ കുപ്പിയുടെ അതേ ലെവലിന് തന്നെ ആ റീപ്പർ വെച്ചിട്ട് അവിടെയും നമ്മുടെ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക. അപ്പം ഞാൻ വീഡിയോയിൽ ചില സ്പീഡിനൊക്കെ കാണിക്കും, നിങ്ങൾ സാവകാശം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വെച്ച് ആ റീപ്പറിൻ്റെ കറക്റ്റ് അളവിന് സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ ഫില്ല് ചെയ്യണം. എന്നിട്ട് നമ്മൾ വീണ്ടും സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത പൊടി മൊത്തത്തിൽ എല്ലാ സൈഡിലും വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറി കിട്ടും. അതിനുശേഷം പിന്നെ മറ്റൊരു ടെയിലിൻ്റെ പീസോ ലെവലുള്ള ടെയിലിൻ്റെ പീസോ അല്ലെങ്കിൽ മറ്റൊരു റീപ്പറോ കൊണ്ട് നമ്മൾ ഫസ്റ്റിൽ മാർക്ക് ചെയ്ത ആ മാർക്കും പുറത്ത് വെച്ചേക്കുന്ന രണ്ടാമത്തെ മാർക്കും നോക്കി ബാക്കിയുള്ള തള്ളി നിൽക്കുന്ന ആ സിമൻറ്റെല്ലാം നമുക്ക് ലെവലിന് തേച്ച് പിടിപ്പിക്കാം. അപ്പം അതിൽ പിന്നെ ഒട്ടിച്ചേരാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ച് ചേർക്കണം. അപ്പോൾ ഇതേ കണക്ക് തന്നെ 4 സൈഡിലും നിങ്ങൾ എല്ലാ സൈഡും ഇതേ കണക്ക് തന്നെ പിടിച്ചെടുക്കുക. വലിയ ഫിനിഷിംഗ് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 4 സൈഡും നമ്മൾ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ടോപ്പിൽ ഈ ടോപ്പ് ഭാഗമാണ് സിമൻറ്റ് ചട്ടിയുടെ നമ്മുടെ ചെടിച്ചട്ടിയുടെ അടിഭാഗമായിട്ട് വരുന്നത്. അവിടെ നമ്മൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിന് സിമൻറ്റ് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു പൈപ്പോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പോ വെച്ചിരുന്ന ചെടിച്ചട്ടിയുടെ മൂട് ഭാഗത്തുള്ള ഹോളിടാൻ ഏറ്റവും എളുപ്പമായി. അപ്പോൾ ഇതിൻ്റെ വില സിറാമിക്കിൻ്റെ വില ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 800 രൂപയാണ് അവർ പറഞ്ഞത്. ഇത്ര സൈസും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയത്. അപ്പോൾ സിറാമിക്കിൻ്റെ ഫാൻസി ചെടിച്ചട്ടികളാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഏകദേശം ഒരു 1 ഇഞ്ച് കനത്തിന് സിമൻറ്റ് തേച്ച് പിടിപ്പിച്ച് 4 സൈഡും ഒന്ന് കരണ്ടിക്ക് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും അറിയിക്കണം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടിയുടെ മുകൾ ഭാഗമാണ് അടിയിൽ വന്നിരിക്കുന്നത്. അപ്പം ആ മുകൾ ഭാഗത്തൊരു ബോർഡർ കൊടുക്കണം. അപ്പം ബോർഡർ എന്ന് പറയുമ്പോൾ ഒരു ടെയിലിൻ്റെ വീതി മതി. ഒരു 1/2 ഇഞ്ച് വീതിയും
അതിൻ്റെ കനമെന്ന് പറയുമ്പം ഒരു ടെയിലിൻ്റെ കനവും മതി. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്ന് ഒരു ടെയിൽ കനം വെളിയിലോട്ട് വെച്ചിട്ട് ബാക്കി ആ ഗ്യാപ്പൊന്ന് നമുക്ക് സിമൻ്റ് ഇട്ട് ഫില്ല് ചെയ്യാം. സിമൻ്റ് ഇട്ട് 4 സൈഡും ഇതേ കണക്ക് തന്നെ ആദ്യം ഫില്ല് ചെയ്യുക. എന്നിട്ട് സിമൻ്റ് വലിയ ലൂസാണെങ്കിൽ കുറച്ച് മണലും സിമൻ്റ് പൊടിയും കൂടെ മിക്സ് ചെയ്ത ആ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഈർപ്പമൊക്കെ നമ്മൾ രണ്ടാമിട്ട പൊടി ഇങ്ങ് പിടിച്ചെടുത്തോളും. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് ആ ടെയിലിൻ്റെ അരയിഞ്ച് കനം പൊക്കത്തിന് തന്നെ ബാക്കിയുള്ള ആ സിമൻ്റെല്ലാം കരണ്ടിക്ക് കോരി മാറ്റുക. ആ കോരി മാറ്റുമ്പോൾ ഒരു വൃത്തിക്ക് ഒരു ഫിനിഷ് ചെയ്ത് തന്നെ കോരി മാറ്റുക. അപ്പം ബാക്കി എല്ലാ സൈഡും ഇത് കണക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിയിൽ ആ ടെയിലിൽ ചേർത്ത് വെച്ചിട്ട് ബാക്കി തള്ളി നിൽക്കുന്ന ആ സിമൻ്റെല്ലാം നമുക്ക് അരിഞ്ഞു കളയാം. അപ്പോൾ ഇത് കണക്ക് തന്നെ എല്ലാ സൈഡിലും ടെയിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൽ ടെയിൽ ചേർത്ത് വെച്ച് ബാക്കി തള്ളി നിൽക്കുന്ന ആ സിമൻ്റെല്ലാം നമ്മൾ അരിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസമോ വെള്ളത്തിലൊന്ന് നല്ലവണ്ണം നനച്ച് കൊടുത്ത് നല്ലവണ്ണം ഉണക്കിയെടുക്കുക. അപ്പോൾ ഞാൻ മൊത്തം 3 ദിവസം വെച്ചിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെടിച്ചട്ടി എടുത്ത് തിരിച്ച് വെച്ചിട്ട് അതിനകത്തുള്ള മണലെല്ലാം കോരി മാറ്റാം. ഇപ്പോൾ 1 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവറാണ്. പ്ലാസ്റ്റിക് കവറെന്ന് പറയുമ്പോൾ ഏത് കവർ വേണോ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ എടുക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ എവിടെയെങ്കിലും ഒരു ഹോൾ ചെറുതായിട്ടൊന്ന് ഇടണം നമുക്ക്. ഞാൻ ഇതിൻ്റെ മൂട് ഭാഗത്താണ് ഒരു ചെറിയ ഹോൾ ഇടുന്നത്. അപ്പോൾ കത്തിരി കൊണ്ട് വെട്ടി ചെറിയൊരു ഹോൾ ഇടുക. ഹോൾ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് കലക്കിയത്. ഒരുപാട് ലൂസും ആവല്ല്, ഒരുപാട് കട്ടിയും ആവല്ല്. ഈ ഒരു അളവിന് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കവറിനകത്ത് ഇത് നിറയ്ക്കണം. നമ്മൾ മിക്സ് ചെയ്ത സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ആ കവറിനകത്ത് കോരി നിറയ്ക്കുക. അപ്പോൾ കവറിനകത്ത് കോരി നിറച്ചതിന് ശേഷം മേൽഭാഗം നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഹോള് വഴി ആ സിമൻ്റ് എല്ലാം വെളിയിലോട്ട് വരും. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മേളിൽ ഡിസൈൻ ചെയ്യാം. അപ്പം ചെറിയ കല്ലിൻ്റെ ആകൃതിയിൽ ചെറുതായിട്ട് കുറേശ്ശെ പ്രസ് ചെയ്ത് ആ ഹോള് വഴി ഒഴിക്കുക. കവർ പ്രസ് ചെയ്യപ്പം നല്ല ഓവറായിട്ട് പ്രസ് ചെയ്യരുത്. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുവഴി ഗ്രൗട്ട് നമ്മുടെ പിന്നെ ചെടിച്ചട്ടിയുടെ മുകളിൽ വീണോളും. അപ്പം ഒരുപാട് നല്ല ടൈറ്റായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് ശകലവും കൂടെ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഏകദേശം ഇതേ കണക്ക് മൊത്തം സൈഡും നല്ലവണ്ണം പ്രസ് ചെയ്ത് സിമൻറ്റ് ഒഴിക്കുക. എന്നിട്ട് ആ വലിയ ഗ്യാപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്തും കൂടെ കുറേശ്ശെ അതുവഴി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒഴിച്ചാൽ മതി. അപ്പം പ്രസ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം അത് ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം മാത്രമേ നമുക്ക് അതിനൊന്ന് പേപ്പർ പിടിച്ച് ആ തടുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിലുള്ള മുള്ള് കണക്കിരിക്കുന്ന തടുപ്പൊക്കെ നമുക്ക് പേപ്പർ പിടിച്ചൊന്ന് ഫിനിഷ് ചെയ്തിടും. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റ് പ്രൈമറാണ്. അപ്പോൾ സിമൻറ്റ് പ്രൈമർ മൊത്തത്തിലൊന്നും അടിക്കേണ്ട. മേലത്തെ ബോർഡറിലും അടി സൈഡിലും നമ്മൾ ബോർഡറായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെയും കൂടെ സിമൻറ്റ് പ്രൈമർ അടിക്കുക. അല്ലെങ്കിൽ വൈറ്റ് സിമൻറ്റ് ആയിരുന്നാലും മതിയാവും. അപ്പോൾ പേപ്പറെല്ലാം പിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ പെയിൻറ്റാണ്. ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് നമുക്ക് നേരിട്ട് കല്ലിലൊക്കെ അടിച്ചു കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആദ്യം നമുക്ക് സിമൻറ്റ് പ്രൈമറോ വൈറ്റ് സിമൻറ്റോ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആക്രിലിക്കിൻ്റെ എല്ലാ കളർ പെയിൻറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പെയിൻറ്റുകൾ നിങ്ങൾ എടുക്കുക. അപ്പം വീഡിയോയിൽ കാണും കണക്ക് നിങ്ങൾക്ക് മാറ്റി അടിച്ചു കൊടുത്താൽ മതി, ഓരോ ആ ഒരു കല്ലിൻ്റെ ലുക്ക് വരത്തക്ക രീതിയിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ വീണ്ടും
ഇതേപോലത്തെ അടിപൊളി വീഡിയോയുമായി ഞാൻ ഇനിയും വരും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ബായ്.